ഇന്നൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് ഇന്നത്തേതല്ല, ഇതൊരു 5 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഒരു വട്ടവും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കറ്റാർവാഴയും വേപ്പിലയും ക്യാരറ്റും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ്. നല്ല സോപ്പാട്ടോ. എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കുന്നുള്ളൂ. ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കട്ടിക്ക് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തുണ്ടാക്കിയായിരുന്നേ. ആദ്യം ഈ ക്യാരറ്റ് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. ഒരു കോട്ടൺ തുണിക്കകത്തെ കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചത്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. അത് ചേർത്തിട്ട് 2-3 ഡ്രോപ്പ് ഗ്ലിസറിനും കൂടെ ചേർക്കണം. ഇതിന് മണമൊന്നുമില്ല, പക്ഷെ ഗുണം ഒരുപാടുണ്ട്. മണത്തിന് വേണമെങ്കിൽ സോപ്പ് ഉണ്ടാക്കുന്ന കടകളിൽ നിന്ന് മണത്തിലുള്ള എസൻഷ്യൽ ഓയിലുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വൈറ്റ് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ്. ഇത് നമുക്ക് ഓൺലൈൻ വഴിയോ സോപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന കടകളുണ്ടല്ലോ, അവിടെ നിന്ന് മേടിക്കാം. ഞാനിത് മീഷോയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. പിന്നെ ഈ സോപ്പിൻ്റെ കട്ട വേറൊരു പാത്രത്തിൽ മുറിച്ച് ക്യൂബായിട്ടിട്ടിട്ട് ഈ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് അത് അലിയിപ്പിച്ചെടുക്കണം. അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ പതയൊക്കെ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ തോണ്ടിയെടുത്ത് കളയണം കേട്ടോ. എല്ലാം അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്ത് അതിലോട്ടൊഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കി, ഒരുപാട് വേണ്ട, അതൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്ത് ഏതൊക്കെ മോൾഡിലാണോ വേണ്ടത് ഇതിലൊഴിച്ച് മാറ്റി വയ്ക്കുക. അതും ഇതേപോലെ തന്നെ കറ്റാർവാഴയും വേപ്പിലയും വെച്ചുള്ളത് ഇതേപോലെ തന്നെ ചെയ്യാം. അതും മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് പിന്നെ ഗ്ലിസറിൻ്റെ 2-3 ഡ്രോപ്പ് ഒഴിച്ചു. പിന്നെ ചൂടുവെള്ളത്തിനകത്ത് വെച്ച് സോപ്പ് കട്ട അലിയിച്ചെടുത്തു. പിന്നെ അതിനകത്തോട്ട് ആ മിക്സ് ഒഴിച്ചു നല്ലതുപോലെ അലിയിച്ചെടുത്ത് പിന്നെ ഈ പതയൊക്കെ സ്പൂൺ വെച്ച് തന്നെ കോരിങ്ങെടുത്ത് മാറ്റി കളയണം. സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡ് കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാത്ത കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ പാത്രത്തിലും ഒഴിച്ചു കൊടുത്ത് പിന്നെ ഫുള്ളായിട്ട് പാത്രത്തിൽ ഒഴിച്ചില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കിടന്ന കുറച്ച് പതയൊക്കെ സ്പൂൺ വെച്ച് വീണ്ടും കോരിക്കളഞ്ഞ് ഒരു 3-4 മണിക്കൂറിന് ശേഷം ഇതിങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പിന്നെ പിച്ചാത്തിയുടെ മുന വെച്ച് 4 സൈഡിലും ഇങ്ങനെ എന്താ പറയുക വരയൊക്കെ ഇട്ട് തട്ടിക്കൊടുത്തൊക്കെയാണ് എടുത്തത്. പിന്നെ നല്ല രീതിയിൽ കട്ടിക്ക് ഒഴിച്ചിരുന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള സോപ്പ് കിട്ടിയേനെ. എനിക്ക് ഈ കറ്റാർവാഴയുടെ സോപ്പാണ് ഇഷ്ടപ്പെട്ടത്. കാരണം നല്ലപോലെ അഴുക്ക് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ കയ്യിലൊക്കെ. പിന്നെ കുഞ്ഞുങ്ങളുടെ ദേഹത്തെ കറുത്ത പാട്, മറ്റേ ക്യാരറ്റ് സോപ്പും നല്ലതാണ്, വെള്ളപ്പാടൊക്കെ മാറിയിട്ടുണ്ട്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ മണമില്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ. പിന്നെ കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴൊക്കെ നല്ലൊരു എന്താ പറയുക തണുപ്പൊക്കെ തോന്നാറുണ്ട്. ആ കറ്റാർവാഴയുടെ സോപ്പിനും ഹൊക്കുരുവിന് കുറച്ച് ശമനം വന്നതുപോലെ തോന്നിയിട്ടുണ്ട്. സൂപ്പറാണ്, നല്ലതാണ്, പിന്നെ കൊള്ളാം.